ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ കൃത്യം 5 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലപ്പുഴയിലാണ് കേട്ടോ. മുതലപ്പുഴയിൽ നമ്മുടെ നസ്രായൻ വള്ളത്തിലാണ് ഇന്ന് നമ്മൾ പണിക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് 5 മണിയായപ്പോൾ തന്നെ എല്ലാവരും കേരിയറിലോട്ട് കയറുക. വള്ളം പിടിച്ചിരിക്കുന്നത് അപ്പുറത്തെ കടവിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കേരിയറിൽ കയറി നേരെ വള്ളത്തിലോട്ട് കയറാൻ വേണ്ടി പോകുന്നത്. വള്ളത്തിൽ പണിയെടുക്കുന്ന എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് വള്ളം നേരെ കടലിലോട്ട് പോകുന്നത്. വെളുപ്പാങ്കാലമായതുകൊണ്ട് തന്നെ ഒത്തിരിയധികം സൂക്ഷിക്കേണ്ട ഒരു ഹാർബർ തന്നെയാണ് ഈ മുതലപ്പുഴി ഹാർബർ. അങ്ങനെയുള്ള ഹാർബർ നമ്മൾ വെളുപ്പാങ്കാലത്ത് എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ളതൊന്നും നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. എടുത്ത് വാ. അങ്ങനെ മുതലപ്പുഴി കടന്നതും നേരെ കൊണ്ട് കുറച്ച് നേരം ഇട്ടേക്കും കേരിയർ വരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മധു അങ്കിള് ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവന്ന അരി ചോറാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. പുള്ളിക്കാരനാണ് നമ്മുടെ നസ്രായൻ വള്ളത്തിലെ കിച്ചൺ സ്രാങ്ക് കേട്ടോ. അതായത് ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മൾ കേരിയർ നോക്കി ഇങ്ങനെ ഇരിക്കുക. കേരിയർ കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ നേരം വെളുത്തു തുടങ്ങി. അത്യാവശ്യം നല്ലപോലെ മഞ്ഞുള്ള ഒരു സമയമാണ്. അപ്പോൾ കേരിയറും കെട്ടി വലിച്ചുകൊണ്ട് നേരെ ആഴക്കടലിലോട്ട് നമ്മൾ ഓടിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഏതായാലും വല അടിക്കുന്ന തൊട്ടുള്ള കാഴ്ചകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. നേരെ വല അടിക്കുന്ന സ്ഥലം എത്തുമ്പോഴേക്കും, അതായത് ഫിഷിംഗ് സ്പോട്ട് എത്തുമ്പോഴേക്കും കാണാം. അങ്ങനെ നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഈ നിൽക്കുന്നതാണ് ജാക്സൺ, അതായത് എൻ്റെ സുഹൃത്താണ്. ഒപ്പം നമ്മുടെ ഈ വള്ളത്തിലെ ആര്യക്കാരൻ, അതായത് നോട്ടക്കാരൻ എന്ന് പറയുന്നത് ഇവനെയാണ് കേട്ടോ. അങ്ങനെ വല അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഷിംഗ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയ ഉടനെ തന്നെ നമ്മുടെ മൗണ്ട് കാർമലും ഇവിടെ വല അടിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നമ്മുടെ വള്ളത്തിന് മുന്നിൽ നിന്ന് നോക്കിയാലും ഇതുപോലെയായിരിക്കും വല അടിച്ച് പോകുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നത് റെയറാണ്. കൂട്ടത്തോടെ വല അടിക്കുന്ന സമയത്ത് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൗണ്ട് കാർമൽ വല അടിച്ച് വരുന്ന രീതി ഉണ്ടല്ലേ. അങ്ങനെ അവിടെ വല അടിക്കാൻ പറ്റാതെ നമ്മൾ കുറച്ചുകൂടെ തെക്കോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേ മിന്നലെ പോലെ പോകുന്നത് കണ്ടില്ലേ പ്രജാപതി വള്ളം. ഈ വള്ളത്തിൽ നമ്മളെ വള്ളത്തേക്കാൾ നല്ല സ്പീഡ് കൂടുതലാണ്. കാരണം എഞ്ചിന് പവറുള്ള എഞ്ചിൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അത്യാവശ്യം സ്പീഡിൽ നമ്മളെ താണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇനി ഏതായാലും ഫിഷിംഗ് സ്പോട്ടിൽ നമ്മൾ വല അടിക്കുന്ന തൊട്ടുള്ള കാഴ്ചയെ കാണിക്കത്തുള്ളൂ. അതിന് മുന്നേ നമ്മുടെ സ്രാങ്കിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. അതേ സ്റ്റീറിംഗിൽ ഇരിക്കുന്നതാണ് നമ്മുടെ നസ്രായൻ വള്ളത്തിലെ സ്രാങ്ക് എറിക്സൺ. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എബി, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഷൈജു. ഇവർ 3 പേരും നമുക്ക് വേണ്ടപ്പെട്ട, അതായത് നമ്മുടെ ചങ്ങായിമാരാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ യൂട്യൂബ് കൊണ്ട് ഒരുപാട് വരുമാനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് കിട്ടിയതെല്ലാം ഇതുപോലുള്ള ഒരുപാട് ബന്ധങ്ങളാണ്. കൂടപ്പുറപ്പായിട്ട് കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഏതൊരു ഘട്ടത്തിലും എനിക്ക് പണിക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വള്ളങ്ങളിൽ ഇതുപോലെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂടപ്പുറപ്പുകൾ ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബ് മൂലമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെല്ലാവരോടും കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ തന്ന ഒരുപാട് ഈ സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്ന് എനിക്കറിയാം. ഏതായാലും ആരുമില്ലാത്ത നിന്ന് കരുതിയിരുന്ന ആ ഒരു എന്നെ ഇപ്പോൾ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല. കാരണം ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് കൂടപ്പുറപ്പുകളും കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഞാൻ അത്രയധികം സന്തോഷത്തോടെയാണ്. പണം കൊണ്ട് ഞാൻ മുകളിലല്ലെങ്കിലും മനസ്സുകൊണ്ടും സന്തോഷം കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾ കൊണ്ടും ഞാൻ എല്ലാവരെക്കാളും മുകളിലാണെന്ന് ഞാൻ എപ്പോഴും വിളിച്ചു പറയും. ഏതായാലും ഇനി നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് പോവാം. നിങ്ങളോട് നന്ദി പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടത്തില്ല. കാരണം അത്രമാത്രം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂടപ്പുറപ്പുകളുണ്ട്. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒപ്പം നബിദിന ആശംസകളും അറിയിച്ചുകൊള്ളുന്നു.
അങ്ങനെ നമ്മൾ മീനെ കണ്ട് വല അടിച്ച് പോകുന്ന സമയത്ത് തന്നെ നമുക്കൊരു പണി കിട്ടി. മുന്നാലെ കാണുന്ന വള്ളം കണ്ടില്ലേ, വല അടിച്ച് പോവുകയാണ്. അതായത് നമുക്ക് വല തുറന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കിട്ടാതെ തന്നെ നമ്മൾ വല ചുരുക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല നമ്മൾ തുറന്നടിക്കുമ്പോഴാണ് നമ്മൾ ഫുൾ റൗണ്ട് പോകുന്നത്. ആ സമയത്ത് നമുക്ക് അങ്ങനെ അടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നേരെ പകുതി വലയ്ക്കായിരിക്കും നമ്മൾ അടിക്കുന്നത്. നേരെ ഇപ്പോൾ ഫ്രണ്ടിലൊരു കേരിയർ കിടക്കുന്നത് കാണാം, അതാണ് മറ്റേ വള്ളത്തിൻ്റെ തലപ്പോയിൻ്റ്, അതായത് അതിൻ്റെ മുന്നത്തെ കമ്പയുടെ ഇപ്പുറത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഏതായാലും ആ വള്ളം കണ്ടിട്ട് തന്നെ നമ്മൾ നേരെ തെക്കോട്ട് പിടിച്ച് കറക്കിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നേരെ ആളെടുക്കാൻ വേണ്ടി വന്നെത്തിയിട്ടുണ്ട്. നമ്മുടെ വല പകുതി വല മാത്രമേ വിട്ടിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, വല പോയിട്ടില്ല, കുറച്ച് വല മാത്രം കൊണ്ട് നമ്മൾ വല അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഞ്ചിലെടുത്തിട്ട് നമ്മൾ മീൻ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത് ഇനി വഴിയെ കാണാം. അങ്ങനെ വല അടിച്ച് തീർന്നതിന് ശേഷം വല എടുത്തു കഴിയുമ്പോൾ വല വലിക്കുന്നത് വരെ, അതായത് റിങ് കയറുന്നത് വരെ ഇങ്ങനെ ആൾ പാഞ്ഞുകൊണ്ടിരിക്കും. ഈ ആൾ പായുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ നമ്മുടെ വല കമ്പ വഴി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആകെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആ കമ്പ വഴിയാണ്. അപ്പോൾ മീൻ ഓടിക്കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ആൾക്കാർ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചാടുന്ന ആ ഒരു ഫോഴ്സിൽ അവിടെ മൊത്തത്തിൽ പതയും, പോരാത്തതിനൊരു സൗണ്ടും കേൾക്കും. ആ ഒരു സൗണ്ട് കൊണ്ട് തന്നെ നമ്മൾ മീനുകളെല്ലാം നേരെ ഉള്ളിലോട്ട്, വലയ്ക്കുള്ളിലോട്ട് ഓടിക്കും. അങ്ങനെയാണ് ഈ മീനുകളൊന്നും പുറത്തോട്ട് പോകാതെ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ റിങ് പൂട്ടുന്നത് വരെ ആളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ മീനുകൾ കാണാനും പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ആൾക്കാർ പെട്ടെന്ന് ചാടുന്നത് കേട്ടോ. ദേ ഈ കണ്ടില്ലേ മീൻ ഓടിക്കെട്ടുന്നത്, അതായത് അയല ഓടി വരുന്ന സമയത്ത് വലയുടെ ഇടയിലെ സ്പേസിൽ വന്ന് കുടുങ്ങിപ്പോകുന്നതാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇതല്ലാതെ വലയിൽ നല്ലപോലെ ഓടിക്കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ണിൽ കാണുന്നത് പോലെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അത്യാവശ്യം വലയിൽ കുടുങ്ങി കിടക്കുന്ന അയലകളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതെല്ലാം അയലയാണ്. ഇവിടെയൊക്കെ ഓടുന്നുണ്ട് അയല. അപ്പോൾ അയല ഓടുന്ന സമയത്ത് നമ്മൾ ആൾ പായാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ വല കയറി കഴിയുമ്പോൾ നമുക്ക് കാണാം റിങ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ദാ വരുന്നണ്ടാ കളറാണ്, മഞ്ഞ കളറ്. നമ്മുടെ റിങ് റോപ്പ് കയറി വരുന്നതാണ്. ഫുൾ അങ്ങോട്ട് കയറി. ഓക്കെ, നമ്മുടെ വീഞ്ച് ഫുൾ അങ്ങോട്ട് കയറ്റി എടുക്കുക. വലയൊക്കെ ഒരുവിധം കയറി കഴിയട്ടെ. വലയൊക്കെ ഒന്ന് കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. കുറച്ച് വല കൂടെ ഇങ്ങനെ കയറി വലിച്ചതിന് ശേഷം ഇതെല്ലാം കയറി വരട്ടെ. മീനുകളെല്ലാം ഓടിക്കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതെല്ലാം ഒന്ന് കയറട്ടെ. അങ്ങനെ വല കയറി വന്ന സമയത്ത് ഫുള്ള് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റാരാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ നീറ്റാരം എന്നാണ് പറയുന്നത്. അതായത് വെള്ളം പോലത്തെ ജെല്ലി ഫിഷ്. നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വെള്ളക്കട്ടയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പറയുമോ എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഏതായാലും വല പൊങ്ങി തീരട്ടെ. ഫുള്ള് കുറച്ചുകൂടെ വലയോടെ കയറാനുണ്ട്. കയറി കഴിഞ്ഞ് ചേർന്ന് നമുക്ക് എത്ര മീനുണ്ടെന്നുള്ളത് നമുക്ക് ഇനി കാണാം. നമ്മുടെ വല കോടന്റെ വല എത്തി കേട്ടോ. കോടന്റെ വല അങ്ങ് വലിച്ചു കയറ്റിയിട്ടുണ്ട്. ആ വല ഓടി വരുന്നുണ്ടില്ലേ. മീന് തെളിഞ്ഞു തുടങ്ങി കണ്ടാ. അയല ഓടിക്ക് നോക്കി. മീൻ വലിച്ചിട്ട്
കെട്ടിയില്ല, ബാക്കി എല്ലാവരും കെട്ടി തപ്പിപ്പോയി. ഇന്നലെ കിട്ടിയ സെയിം മീൻറ ഇളക്കിയിട് ഭയ്യ. അങ്ങനെ നമ്മൾ മീനെല്ലാം കയറ്റി കഴിഞ്ഞിട്ടാ ആകെ കിട്ടിയത് നമ്മുടെ 2 കളിക്ക് വരും, അത് 3 കളിയിലായിട്ട് തട്ടിയിട്ടിരിക്കുന്നു.
വെള്ളക്കെട്ട കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത്ര കാണിക്കുന്നത് കേട്ടോ. വെള്ളക്കെട്ട ആവശ്യത്തിൽ കൂടുതലുണ്ട്. മീൻ വിൽക്കാൻ വേണ്ടി കേരിയർ പോകും. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ വലയെല്ലാം കയറ്റി കഴിയണം. അടുത്ത മീൻ കാണുവാണെന്നുണ്ടെങ്കിൽ അടുത്ത മീനിൻ്റെ വല അടിക്കും. അങ്ങനെ കരയ്ക്ക് വേണ്ടെന്നുള്ള അയലയും കാര്യങ്ങളെല്ലാം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനുകളെല്ലാം ഇവിടെ ചേട്ടന്മാരിൽ നിന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കട്ട് ചെയ്ത് നമ്മൾ ഇന്നത്തെ ഒരു അയലക്കറി എന്തായാലും മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തീരട്ടെ. അവിടെ മീൻ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇവിടെ മധു അങ്കിള് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കപ്പുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ചേട്ടനാണ് മീൻ കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളി സവാളയൊക്കെ ഇതാ വരി വരിയായിട്ട് നിരനിരയായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ വേറൊരു ചേട്ടൻ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അയല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പേരായിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ചേർന്ന് കട്ട് ചെയ്ത് അയലേനെ അങ്ങ് വൃത്തിയായിട്ട് കടൽ വെള്ളത്തിൽ കഴുകിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കടൽ വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രമല്ല നല്ല വെള്ളത്തിലും കഴുകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഈ പുള്ളി എടുത്തുകൊണ്ട് അങ്ങ് ഓടുന്നത്. അവിടെ മീൻ കഴുകുന്ന സമയം കൊണ്ട് തന്നെ ഇവിടെ മസാലക്കൂട്ടുകളെല്ലാം നമ്മുടെ മധു അങ്കിൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മറ്റ് മസാലകളെല്ലാം മിക്സ് ചെയ്ത് വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കേരച്ചൂര പിടിക്കാൻ പോയ സമയത്ത്. ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇട്ട വീഡിയോസ് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മൾ ചൂരകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ആഴക്കടലിൽ പോയി തങ്ങിയതിൻ്റെ വീഡിയോ. അങ്ങനെ അടുപ്പ് ഐശ്വര്യമായിട്ട് കത്തിച്ച് വയ്ക്കുന്ന മധു അങ്കിൾ തന്നെയാണ്. ഇനി നമുക്ക് നേരെ അടുത്ത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. അങ്ങനെ നമ്മൾ കറി വയ്ക്കേണ്ട ചട്ടി വെച്ചതിന് ശേഷം അതിൽ കുടുകുടാ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കുക്കറി ഷോ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ട് നേരെ മനസ്സിലാക്കിക്കോ. ഇത് പോരാത്തതിന് തെറ്റുകുറ്റങ്ങൾ കാണും. വീട്ടിലെ അമ്മമാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആ കുറവുകൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. അങ്ങനെ അവിടെ മീൻകറി തിളയ്ക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വല വലിച്ച് തിരിച്ച് അതേപടി, അതായത് രണ്ടാമത്തെ പ്രാവശ്യം വല അടിക്കുന്നതിന് മുന്നേ വല വലിച്ച് കഴുകി കയറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വല വലിച്ച് കഴുകി തീരുമ്പോൾ തന്നെ നമ്മുടെ മീൻകറിയും കാര്യങ്ങളെല്ലാം റെഡിയാകും. അതും കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ ഇവിടെ വല വലിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ സ്റ്റൗ അണച്ചിട്ടേക്കുന്നത്. കാര്യം ചോദിച്ചപ്പോഴേക്കും മീൻകറി തിളച്ച് കഴിഞ്ഞെന്ന്. അപ്പോൾ ചെറിയ അയലായതുകൊണ്ട് തന്നെ അധികം വേകുന്ന ഒരു വേവ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മീൻകറി വെന്തിട്ടുണ്ട്. അയല അധികം തൊടാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ മസാലയിൽ പിടിച്ചു കിടക്കുന്ന അയലേനെ ഒന്ന് നോക്കിക്കേ. ഇത് കാണുമ്പോൾ തന്നെ ഒട്ടനവധി പേരുടെ വായിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടാകും. അവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. അപ്പോൾ 2 അയലയാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ 2 അയല എടുത്ത് നമ്മുടെ ചോറിൻ്റെ കൂടെ വയ്ക്കുന്ന ഒരു കാഴ്ച എന്ത് നോക്കിയേ. അയല വെന്ത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് ചോറൊന്ന് എടുത്തിട്ട് വന്ന് കഴിക്കാം. മീൻകറി കണ്ടപ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം തോന്നി. ഞാൻ നേരെ പാത്രവും ചോറും എടുത്തുകൊണ്ട് വന്ന് മീനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മീൻ തൊട്ട ഉടനെ എന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു. അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ
നമ്മൾ ആ ഒരു മീൻകറി ടേസ്റ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഫിഷ് ചൂടോടെ കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്. പ്രത്യേകിച്ച് ഈ അയല സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇത് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന ആ രീതിയിലായിരുന്നു. അപ്പോൾ മീനുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. ഇത് കണ്ടില്ലേ, ഞാൻ പിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, ഒരുപാടൊന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പതുക്കെ പിടിച്ചാൽ മാത്രം മതി, കയ്യിൽ ഊരി വരും. അങ്ങനത്തെ രീതിയിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ വലയൊക്കെ വലിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നേരെ എല്ലാവരും പാത്രവും ചോറും എടുത്തുകൊണ്ട് നേരെ കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അതുകൊണ്ടാ ഉണ്ടാക്കി നിങ്ങൾ തന്നെ പറ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? നല്ലതാ. അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് നമ്മൾ വല അടിച്ച് ആ സമയത്ത് കിട്ടിയ മീനുകളെയാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമത് മീൻ വല അടിക്കുന്ന സമയത്ത് ഞാൻ ചാടാൻ നിന്നതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ മീൻ കയറ്റുന്ന ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പം നോക്കിയേ, ആകെ കയറിയത് ഫുള്ള് ജെല്ലി ഫിഷ്, അതായത് നീറ്റാരം വെള്ളക്കട്ടയെന്ന് പറയുന്ന ജെല്ലി ഫിഷ്. ഇത് നോക്കി, അതിൻ്റെ കൂട്ടത്തിൽ അയല ഉണ്ട്, പക്ഷേ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയധികം ജെല്ലി ഫിഷ് കൂടെ എടുക്കണം. അതാണ് ടാസ്ക്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ മീനുകളെയും അങ്ങ് അഴിച്ചു വിടുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ തന്നെ പോയിക്കോട്ടെ, ഇനി വരുന്ന സമയത്ത് നമുക്ക് പിടിക്കാം എന്നുള്ള ഒരു മനസ്സാക്ഷിയിൽ നമ്മൾ ആ ഒരു റോപ്പ് ഫുള്ള് അഴിച്ചങ്ങ് വെള്ളത്തിലോട്ട് കളയുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഫുള്ള് നീറ്റാരം വെള്ളക്കട്ട കണ്ടില്ലേ. അതിൻ്റെ കൂടെ അയലുണ്ടായിരുന്നു, പക്ഷേ നമ്മളത് വിട്ട് കളഞ്ഞു. ഇനി ഏതായാലും കരയിലോട്ട് പോയാണ്, വല തന്നെ കയറ്റണം. അങ്ങനെ കുറച്ചധികം പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ വലിയ വള്ളത്തിൽ നിന്ന് ചാടി കയറി ചൂണ്ട വള്ളത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പണിക്ക് പോവുകയാണ്. ഈ വീഡിയോ 2 ദിവസം കഴിഞ്ഞ് കാണാം.